ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ ഡേവിയേഷൻ എബൌട്ട് ദ മീൻ ഫോർ ദ ഡേറ്റ 5, 6, 14, 15 ഈസ്. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾക്ക് മീൻ ഡേവിയേഷൻ എബൌട്ട് ദ മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ മീൻ ഡേവിയേഷൻ എബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, മീൻ ഡേവിയേഷൻ എബൌട്ട് ദ മീൻ, മീനിൻ്റെ സിമ്പിൾ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് x1 മൈനസ് എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ എക്സ് ഐ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? എക്സ് ഐ ഈസ് ഈക്വൽ ടു 5, 6, 14, 15. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നോക്കാം. 1, 2, 3, 4. n ഈസ് ഈക്വൽ ടു 4. നമുക്ക് എസ് ഡാഷ് കിട്ടിയിട്ടില്ല. എസ് ഡാഷും കൂടി കിട്ടിയാലാണ് നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ കണ്ടുപിടിക്കാൻ പറ്റുക. ഈ എസ് ഡാഷ് എന്തൊട്ടാണ്? മീനാണ്. അപ്പോൾ മീൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ. സിഗ്മ എക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 4 ടേംസ് കൂട്ടാം, അതായത് ഈ എക്സ് ഐയോള് എല്ലാം കൂട്ടാം. 5 + 6 + 14 + 15 ഡിവൈഡഡ് ബൈ 4. So 5 + 6 11, 11 + 14 25, 25 + 15 is equal to 14 divided by 4 is equal to 10. അപ്പോൾ മീൻ എത്ര കിട്ടി? ടോട്ടൽ ടേംസ് ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 10 കിട്ടി. ഇനി നമുക്ക് നേരെ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ ഈസ് ഈക്വൽ ടു, ഈ സിഗ്മ എന്ന് പറയുന്നത് എല്ലാം സമ്മിയ കൂട്ടണം. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5 മൈനസ് 10 പ്ലസ് മോഡുലസ് ഓഫ് 6 മൈനസ് 10 പ്ലസ് മോഡുലസ് ഓഫ് 40 മൈനസ് 10 പ്ലസ് മോഡുലസ് ഓഫ് 15 മൈനസ് 10. ഇപ്പോൾ മോഡുലസ് ഉള്ള കാര്യം നമുക്ക് സൈനൊന്നും നോക്കേണ്ട കാര്യമില്ല. നെഗറ്റീവ് വന്നാലും മോഡുലസ് ആകുമ്പോൾ പോസിറ്റീവായി പോകും. അപ്പോൾ 5 + 4 + 4 + 5 9 + 9 ഈസ് ഈക്വൽ ടു 80. അപ്പോൾ നമുക്ക് ഈ വാല്യൂ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ഡാഷ് നമുക്ക് കണ്ടുപിടിച്ച് മോഡുലസിൻ്റെ ഉള്ളിലിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻ ഡേവിയേഷൻ എബൌട്ട് ദ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ഡാഷ് മോഡുലസിൻ്റെ ഉള്ളിലിട്ട്. അതിൻ്റെ ഇത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 18 ഡിവൈഡഡ് ബൈ 4. നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 4.5. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയില്ലേ? 4.5. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.